എന്റെ സരസേ ഇന്ന് കുടുംബശ്രീന്റെ മീറ്റിംഗിന് പഞ്ചായത്ത് മെമ്പർ വന്ന തല വഴി കരിയോയിലോയിക്കും ഞാനാ. അതാ വരുന്നുണ്ട്. അയ്യോ പോയില്ലേ. പഞ്ചായത്ത് മെമ്പറിന്റെ കാര്യമല്ലേ പറഞ്ഞ ബസ് പോയിന്ന്. ഇന്റെ വർത്താനം കൊണ്ട് എന്റെ ബസ് പോയെ. വെക്കടെ പോണ്. എക്സ്ക്യൂസ് മീ, ഇവിടെ ബ്യൂട്ടി പാർലർ ഉണ്ടോ? ബ്യൂട്ടി പാർലർ ഒന്നുമില്ല, ചന്ദ്രേട്ടന്റെ കട്ടിങ്ങും ഷേവിംഗും ഉണ്ട്, അത് മതിയാ. എന്റെ ടൈം പോയി. ഞാൻ എന്ത് ചെയ്യും? നോക്കൂ, എന്റെ പുരികത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പുരികത്തിന് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് മൊത്തത്തില കുഴപ്പം. നിങ്ങളുടെ പേരെന്തായിരുന്നു? തങ്കം. ഓക്കെ. വെള്ളം വേണം? മിനറൽ വാട്ടർ ആണോ? ആ പറഞ്ഞ വാട്ടർ അല്ല, പക്ഷെ എന്റെ കിണറ്റിന്ന് കോരിയെടുത്ത വെള്ളം എനിക്ക് വേണം. ഞാൻ ഇങ്ങനത്തെ വൃത്തിയില്ലാത്ത ബോട്ടിൽ നിന്നും വെള്ളം കുടിക്കാറില്ല. ഇവിടെ നല്ല വൃത്തിയുള്ള വെള്ളമാടോ, എനിക്ക് വേണോടോ. വേണ്ട, നീ വേണ്ടേ കുടിക്കേണ്ട കുരിപ്പേ ഇല്ല. പിന്നെ ഒരു മിനിറ്റ്, ഇതൊന്ന് പിടിക്കൂ. എല്ലാം കൂടെ എനിക്ക് പിടിക്കാൻ പിടിക്കൂ. പിടിക്കണ? ഒന്ന് പിടിക്കൂ. ഇത് വൈ കാണിക്കുന്നേ. അല്ലെങ്കിൽ അതിനകത്തൊന്നും കാണുന്നില്ല. എന്റെ പേരോ സിൻഡ്രല്ല. സിലിണ്ടർ ഇല്ലെങ്കിൽ ഞാൻ സാധാ അടുപ്പിൽ കഞ്ഞി വെച്ച് കുടിക്കൂ. അതല്ല, എന്റെ പേര് പറഞ്ഞ സിൻഡ്രല്ല. എന്നാ എന്റെ ജോലി എന്തെന്നാ? എന്റെ ഫാമിലി മൊത്തം പൊളിറ്റിക്സിലാ. പിന്നെ എല്ലാരും നിർബന്ധിച്ചപ്പോ ഞാനും ഇലക്ഷനൊക്കെ പങ്കെടുത്തു, ജയിച്ചു കേട്ടോ. പക്ഷെ സത്യപ്രതിജ്ഞ മാത്രം ഞാൻ ചെയ്തില്ല. സത്യപ്രതിജ്ഞ കൈ ഇങ്ങനെ നീട്ടി വെച്ചല്ലേ ചെയ്യേണ്ടത്. അന്ന് ഞാൻ കൂട്ടിച്ചിടാൻ മറന്നുപോയി. അന്ന് ഞാൻ കൂട്ടിച്ചിട്ടിരുന്ന ഞാൻ ഒന്ന് മന്ത്രിയായല്ലേ തങ്ക. അയ്യോ, കൂട്ടത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മന്ത്രിനെ പോയില്ലേ. എന്താ പറയാ, കുറച്ച് വെള്ളമുണ്ടോ? വെള്ളമില്ല, അല്ല വൃത്തിയില്ലാത്ത കുപ്പിയാ. വെള്ളമില്ല. ഇതിനകത്ത് ഞാൻ തുപ്പിട്ടിരിക്കുന്നു, തരാൻ പറ്റില്ല. ഞാൻ തുപ്പിട്ടിരിക്കുന്നു, സത്യമായിട്ടും തുപ്പിട്ടിരിക്കുന്നു.